കിട്ടിയ സാഹചര്യം വെച്ച് തിരിച്ചു കൊടുക്കുന്നു ഷാഫി പറമ്പിൽ. സംഗതി വേറൊന്നുമല്ല, ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പേരാമ്പ്രയിൽ വെച്ച് ഒരു ലാത്തി ചാർജിൽ പരിക്കേറ്റ് ഷാഫിയുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും സർജറി നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് മുതിർന്ന ആളുകൾ വരെ ട്രോളുകയും വലിയ നേതാക്കൾ പോലും അത് നാടകമാണെന്ന് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഷാഫിയുടെ ഒരു പോപ്പുലാരിറ്റിയും ഒരു ജനകീയതയും ഇത്തരം അപകടങ്ങളിലൂടെ ഉണ്ടാക്കാവുന്ന ഒരു ജനസ്വാധീനത്തെയുമാണ് അവിടെ പ്രതിരോധിക്കാൻ സാധാരണ ശൈലിയിൽ എല്ലാവരും ട്രോളാനും കഥകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു കിട്ടിയ ചാൻസിൽ ഷാഫി ഇതേ വിഷയം ഉന്നയിച്ചു. ഫോണിൽ സംസാരിക്കാമോ എന്ന് ചോദിച്ചവർ, നടന്നു പോയാൽ പിന്നെ ICU കേസെന്ന് ചോദിച്ചവർ, പിന്നെ എന്തിനാ വീൽ ചെയർ എന്ന് ചോദിച്ചവരൊക്കെ ഇപ്പോഴൊക്കെ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരുടെ ഒന്നും ചോദ്യങ്ങൾ കാണുന്നില്ല. അവരൊക്കെ വലിയ വികാരഭരിതമായിട്ട് അക്രമങ്ങൾക്കെതിരൊക്കെ ആയിട്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും ആവട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പത്രസമ്മേളനം നടത്തുക. കേരളത്തിലെ കാഴ്ചയുള്ള ഒരാളും അതൊന്നും കാണുന്നില്ല. കേരളത്തിലെ ആണോ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പറയാ, ഒരു പാർട്ടി സെക്രട്ടറി അങ്ങ് പറയാണ്. സത്യം പറഞ്ഞ അണികളെ പ്രകോപിപ്പിച്ച് വിടുകയല്ല അക്രമം ഉണ്ടാക്കുക. ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. ഈ കത്രിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറക്കാൻ വേണ്ടി അണികളെ പ്രകോപിപ്പിച്ച് വിടുകയല്ലേ. നിങ്ങൾ ഏത് ദൃശ്യത്തില ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നത് നിങ്ങൾ ആരാ കണ്ടത്? കടലിൽ പിടിച്ച് തിരിക്കുന്നത് ആരാ? കൈ പിടിച്ച് തിരിച്ച് വളർത്താൻ ഓടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആരാ കണ്ടത്? കൊല്ലാൻ ശ്രമിച്ചതിന് കേസെടുക്കുക, വധശ്രമത്തിന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചെടിച്ചട്ടി കൊണ്ട് മനുഷ്യരുടെ തലക്കടിച്ച് പൊട്ടിച്ചപ്പോ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കരിങ്കൊടി കാണിച്ചപ്പോ അത് വധശ്രമമാണെന്ന് പറയുന്ന കുതന്ത്രമൊന്നും ഇനി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാവില്ല, വില പോവില്ല. ഒരു സംശയം കാര്യത്തിൽ വേണം. അപ്പൊ നിങ്ങളെല്ലാവരും ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഞങ്ങൾ കണ്ടു. നിങ്ങൾ വരെ പരിശോധിക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് അവരെന്നെ അവിടെ നിന്നിട്ട് പറയണം, അവർക്ക് കിട്ടിയ 3 ആംഗിളിലുള്ള ദൃശ്യമൊക്കെ കിട്ടിയ ചില ചാനലുകളൊക്കെ പറയുന്നു അവരുടെ കുറെ ആംഗിളിലും അങ്ങനെ ഒരു അക്രമം നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നു. 2 ക്യാമറ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറ നിങ്ങൾ വാർത്തകൾ കൊടുത്തത് കണ്ടു. അത് പരിശോധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയ ചാൻസ് വെച്ച് കൊടുക്കുകയാണ് ഷാഫി പറമ്പിൽ. നടന്നു പോകുന്ന ആളിനെ ICU കിടത്തുവോ, വീൽ ചെയർ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചവരെല്ലാവരും ഇപ്പോൾ വികാരഭരിതരാകുന്നുവെന്നും നമ്മുടെ ഗോവിന്ദൻ മാഷൊക്കെ കൈ തിരിച്ചതും പെടലി തിരിച്ചതുമൊക്കെ വെച്ചാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നത്. ഏതായാലും IC യൂണിറ്റിൽ തുടരുകയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ് മാഡം. സർജറി ആവശ്യമില്ലെന്നും തൽക്കാലം റെസ്റ്റ് എടുത്താൽ മതിയെന്നും വേദന കുറഞ്ഞിട്ടുണ്ടെന്നുമാണ് വാർത്തകളിൽ കാണുന്നത്.